AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററായ ബജറ്റ്, ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ്. അതായത് ബജറ്റ്, വികസനത്തിൻ്റെ നേർരേഖ എന്ന പാഠഭാഗമാണ്. മക്കളെ, എന്താണ് ഈ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും ഇതുപോലെ ബജറ്റ്. അതായത് ഒരു മാസം എത്ര വരുമാനം ഉണ്ട് നമുക്ക്, അതുപയോഗിച്ച് വീട്ടു ചെലവുകളും ലോൺ അടയ്ക്കലുകളും സ്കൂൾ ചെലവുകളും മറ്റും നിർവഹിക്കുന്നതും അതുപോലെ തന്നെ ഭാവിയിലേക്ക് വേണ്ട ഇൻഷുറൻസ്, ചിട്ടി തുടങ്ങിയവയ്ക്കായി എത്ര മാറ്റി വെക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ബജറ്റിൽ ഉണ്ടായിരിക്കുക. അച്ഛനും അമ്മയും ഒക്കെ ആയിരിക്കും ഈ ബജറ്റ് അനുസരിച്ച് നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ? അച്ഛനും അമ്മയും ഒക്കെ ഇതുപോലെ നമുക്ക് എത്ര ചെലവ് വരുന്നുണ്ട്, എത്രയാണ് നമ്മുടെ വരുമാനം, അതനുസരിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെലവുകളൊക്കെ നീക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതായിരുന്നു നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മുടെ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും സംസ്ഥാനത്തിനും രാജ്യത്തിനും ഒക്കെയുണ്ട് ഇതുപോലൊരു ബജറ്റ്. അപ്പോൾ രാജ്യത്തെ വിഭവങ്ങളുടെ സമാഹരണം, അതിൻ്റെ വിതരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അസമത്വത്തിൻ്റെ കുറയ്ക്കൽ എന്നുവേണ്ട സമൂഹത്തിലെ എല്ലാ വികസനങ്ങൾക്കും സാധ്യമാക്കുന്നതിനുള്ള ഒരു ചവിട്ടുപടിയാണ് വികസനമൊക്കെ സാധ്യമാക്കുന്നതിനുള്ള ഒരു ചവിട്ടുപടിയാണ് എന്ത് പറയുന്നത്, ബജറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഈ പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു കുടുംബത്തിൻ്റെ ഒരു കോൺവെർസേഷൻ, അതായത് ഒരു കുടുംബത്തിൻ്റെ സംഭാഷണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അവരുടെ കാര്യങ്ങൾ പറയാണ്. അതായത് ചിട്ടി കെട്ടിയാൽ നമ്മുടെ കടമെല്ലാം വീട്ടാം, ബാക്കി പണം നമുക്ക് ബാങ്കിൽ നിക്ഷേപിക്കാം. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഈ മാസത്തെ ചിലവൊക്കെ കൂടുതലാണല്ലോ, ഇനി പണം കടം വാങ്ങേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയാണ്, നാളെ അമ്മൂൻ്റെ പിറന്നാളാണ്, ഉടുപ്പൊക്കെ വാങ്ങണ്ടേ, അച്ഛൻ്റെ മരുന്നൊക്കെ തീർന്നിട്ടുണ്ട്, കറണ്ട് ബില്ലൊക്കെ വന്നിട്ടുണ്ട്, ചിട്ടിക്ക് പണമൊക്കെ അടയ്ക്കാനുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറയാണ്, ചിലവുകളൊക്കെ പറയാണ് ആൾ. അപ്പോൾ അമ്മമ്മ പറയണ എന്താണ്, ചിട്ടി കിട്ടിയാൽ നമ്മുടെ കടമെല്ലാം വീട്ടാം, ബാക്കി പണം നമുക്ക് ബാങ്കിൽ നിക്ഷേപിക്കാമെന്ന് പറയാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ പറയാണ്, അവിടുത്തെ അച്ഛൻ്റെ മകൻ പറയാണ്, ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടുണ്ട്, അച്ഛൻ്റെ മരുന്നിനും കറണ്ട് ബില്ലിനൊക്കെ പണം ഞാൻ അമ്മയെ ഏൽപ്പിക്കാം, സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പണവും തിരിച്ചു കൊടുക്കണം, അമ്മേനോടൊപ്പം ഞാൻ വാങ്ങിക്കോളാം, ചിട്ടിയും അടയ്ക്കാം എന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഈ സംഭാഷണത്തിൽ നിന്ന് പരാമർശിക്കുന്ന ചെലവുകൾ എന്തൊക്കെയാണ്, ഇവിടെ എന്തൊക്കെ ചെലവുകളാണ് കാണുന്നത്, കടത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ, ചിട്ടിയുടെ കാര്യം പറയുന്നുണ്ട്, കറണ്ട് ബില്ല്, പിന്നെ മെഡിസിൻസ്, അച്ഛന് വേണ്ട മെഡിസിൻസ്, പിന്നെ ബാക്കിയുള്ള കുട്ടിയുടെ ഉടുപ്പ് കാര്യങ്ങൾ ഇല്ലേ, അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കടം ഇവിടുത്തെ ചെലവുകളുടെ കാര്യം പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ ചിലവുകൾ? പേയിങ് ഓഫ് ഡെപ്റ്റ്സ്, ബൈയിങ് മെഡിസിൻസ്, പേയിങ് ഇലക്ട്രിസിറ്റി ബിൽസ്, ബൈയിങ് ക്ലോത്ത്സ്, പേയിങ് ഫോർ ചിട്ടി, ഇതൊക്കെയാണ് ഇവിടുത്തെ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. വിച്ച് ആർ ദ നീഡ്സ് ഇൻ അവർ ഡെയിലി ലൈഫ് ദാറ്റ് വി സ്പെൻഡ് മണി ഓൺ, അതായത് എന്തൊക്കെ ചിലവുകൾക്കാണ് നിത്യജീവിതത്തിൽ നാം പണം വിനിയോഗിക്കേണ്ടി വരുന്നത്, എന്തൊക്കെ ചിലവുകൾക്കാണ്? ഫുഡ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ട്രാവല്, സെലിബ്രേഷൻസ്, കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ്, ഇതുപോലത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമാണ്? പണം ആവശ്യമാണ്. എന്നാൽ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പണം വിനിയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് മനസ്സിലായി പണം എവിടേക്കാണ് വിനിയോഗിക്കുന്നത്, ഏതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചിലവുകൾ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ഫസ്റ്റ് ഒരു ഭാഗത്തേക്ക് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് വരുന്നതാണ് കുടുംബ ചെലവ് എന്ന് പറയുന്നൊരു കാര്യം. എന്താണ് കുടുംബ ചെലവ്? അതായത് ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്താണ് ഈ ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. എന്താണ് മക്കളെ ഈ ഫാമിലി എക്സ്പെൻഡിച്ചർ അഥവാ കുടുംബ ചെലവെന്ന് പറയുന്നത്? അതായത് ഒരു കുടുംബം ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഉപഭോഗത്തിന് വേണ്ടിയിട്ടും ഭക്ഷ്യേതര ഉപഭോഗത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് എന്ത് കുടുംബ ചെലവ് അഥവാ ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ എ ഫാമിലി ഫോർ ഫുഡ് കൺസംഷൻ ആൻഡ് നോൺ ഫുഡ് കൺസംഷൻ ഫോർ എ particular period is called a family expenditure. Okay,
the total amount spent by a family for food consumption and non-food consumption for a particular period ഈസ് കോൾഡ് ഫാമിലി എക്സ്പെൻഡിച്ചർ. അതായത് ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനും വേണ്ടിയിട്ട് ഒരു നിശ്ചിത കാലയളവിൽ കുടുംബം ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവെന്ന് പറയുന്നത്. ഓക്കെ, ഒരു കുടുംബത്തിലെ എല്ലാ ചെലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ല, ഇല്ലല്ലോ. ഓൾ ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി കനോട്ട് ബി ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് ഇതുപോലെ എന്താ പറയുക, കുടുംബത്തിലെ ചെലവുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കുടുംബത്തിലെ കുടുംബ ചെലവുകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഫാമിലി എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ എക്സ്പെൻഡിച്ചറിനെ നമുക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല. അത് നമുക്ക് ആ സമയത്ത് വരുന്ന ചിലവുകളും ഉണ്ടാവും, അല്ലാത്ത ചിലവുകളുണ്ടാവും. അപ്പോൾ അതുപോലെ ഫാമിലി എക്സ്പെൻഡിച്ചറെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും. ഏതൊക്കെയാണ്? എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിത ചെലവും, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിത ചെലവ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഈസ് ദ എക്സ്പെൻഡിച്ചർ that is expected in a family for a particular period. This can be estimated as monthly and annually. Okay, അതായത് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിത ചെലവെന്നാണ് പറയുക. എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളെയാണ് പ്രതീക്ഷിത ചെലവെന്ന് പറയുന്നത്. നമുക്ക് അറിയാം, അതായത് കുടുംബത്തിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ചിലവുകൾ എന്തൊക്കെ വാങ്ങണം എന്നുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. അതാണ് പ്രതീക്ഷിത ചിലവെന്ന് പറയുന്നത്. ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിലവുകളെ ഒരു നിശ്ചിത കാലയളവിൽ ഉണ്ടാകുമെന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിലവുകളാണ് പ്രതീക്ഷിത ചിലവെന്ന് പറയുന്നത്. പ്രതിമാസം അല്ലെങ്കിൽ പ്രതിവർഷം എന്നിങ്ങനെ ഇത് കണക്കാക്കാവുന്നതാണ്. ഒരു മാസം എത്രയാണ്, അല്ലെങ്കിൽ വർഷത്തിൽ, അങ്ങനെ ആനുവലായിട്ട്, പ്രതിമാസത്തിൽ അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ആനുവലിയൊക്കെ ആയിട്ട് നമുക്കിത് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇത്. നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ വരുന്ന ചിലവുകൾ ഏതൊക്കെയാണ്? ആഹാരത്തിന് വേണ്ടിയിട്ട്, പിന്നെ വൈദ്യുതി ബില്ല് തുടങ്ങിയവ. അതൊക്കെ നമ്മുടെ പ്രതീക്ഷിത ചിലവുകളാണ്, അല്ലേ? ഇതൊക്കെയാണ് പ്രതീക്ഷിത ചിലവുകൾ. ഏതൊക്കെയാണ്? ഫുഡ്, ഇലക്ട്രിസിറ്റി ബിൽസ്, അതുപോലത്തെ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു ഫാമിലി എക്സ്പെൻഡിച്ചറാണ്, അടുത്ത ക്ലാസിഫിക്കേഷനാണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എക്സ്പെൻഡിച്ചർ, അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ. അതിനാണ് എന്ത് പറയുന്നത്? അപ്രതീക്ഷിത ചിലവ്, അതായത് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായിട്ട് ഉണ്ടാകുന്നതുമായ ചിലവുകളാണ് അപ്രതീക്ഷിത ചിലവുകൾ. അതായത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ നമുക്കറിയില്ല. ഇപ്പോൾ ആഹാരം അല്ലെങ്കിൽ വൈദ്യുതി ബില്ലൊക്കെ നമുക്കറിയാം, അത് പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്, അതെന്തായാലും വരും എന്നുള്ളത് അറിയാം. നമുക്കത് ചിലവാണ്, നമുക്ക് ഈ മാസം ഇത്ര രൂപ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു ചിലവാണ്. അപ്രതീക്ഷിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലയളവിനുള്ളിൽ കുടുംബത്തിൽ മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായിട്ട്, അതായത് പെട്ടെന്ന് വന്നു ചേരുന്നതുമായിട്ടുള്ള ചിലവുകളെയാണ് ഈ അപ്രതീക്ഷിത ചിലവുകൾ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസാണ് എന്ത്? പ്രകൃതിക്ഷോഭങ്ങൾ, രോഗങ്ങൾ. അതൊക്കെ എന്നും വരുന്ന ഒരു കാര്യങ്ങളല്ല, അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെയാണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾസ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഡിസീസസ് എന്നിവ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾസ് കണ്ടെത്തിയിട്ട് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ഗിവിംഗ് മോർ എക്സാമ്പിൾസ് ഫോർ എക്സ്പെക്റ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. ഏതൊക്കെയാണ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിൽ വരാനാണ്? എഡ്യൂക്കേഷൻ, റൈസ്, ഗ്രോസറീസ്, ക്ലോത്തിങ്, ട്രാവൽ, ഫോൺ ബില്ല്, ന്യൂസ് പേപ്പർ, മിൽക്ക്, ലോൺ റീപേയ്മെൻറ്റ്, സ്കൂൾ കോളേജ് ഫീ, എൻ്റർടൈൻമെൻറ്റ്, ഇലക്ട്രിസിറ്റി ബില്ല്. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ആക്സിഡൻറ്റ്, പിന്നെ ഇൽനെസ്, ഡിസാസ്റ്റർ, പ്രൈസ് ഹൈക്ക്, അതുപോലെ തന്നെ ഡെത്ത്. ഇതൊക്കെയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ നിങ്ങളുടെ കുടുംബത്തിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് ഈ ടേബിളും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു കാര്യമാണ് എന്ത്, ഫാമിലി ഇൻകം എന്ന് പറയുന്നത്, അതായത് കുടുംബ വരുമാനം എന്ന് പറയുന്നത്. എന്താണ് ഈ കുടുംബ വരുമാനം അഥവാ ഫാമിലി ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് എന്ത് പറയുന്നത്, കുടുംബ വരുമാനം എന്ന് പറയുന്നത്. വരുമാനം കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനുമായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കുടുംബ വരുമാനം എന്ന് പറയുന്നത്? ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. എന്താണ്? ഫാമിലി ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദി ഫാമിലി in a particular period from different sources. Okay, family income is the total income of a family in a particular period from different sources. Okay, അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ വരുമാനങ്ങളിലൂടെയാണ്, ഏതൊക്കെ സോഴ്സിൽ കൂടിയാണ് നമുക്ക് വരുമാനങ്ങൾ വരുന്നത്, ഏതൊക്കെയാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ചിത്രത്തിൽ എന്താണ്, സെയിൽസ് വുമൺ ഉണ്ട്, അതുപോലത്തെ തയ്ച്ചു കൊടുക്കുന്നത്, കാർഷികം, പിന്നെ പെൻഷൻ, അതുപോലെ പല പല സ്രോതസ്സുകളിൽ നിന്നും നമുക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന ഒരു പർട്ടിക്കുലർ പീരീഡിൽ വരുന്ന ഇൻകമാണ് എന്താ പറയുന്നത്, ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യമാണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഫാമിലി ബജറ്റ്? എന്താണ് ഫാമിലി ബജറ്റ് അഥവാ കുടുംബ ബജറ്റ്? ഫാമിലി ബജറ്റ് ഈസ് ദ ഫാമിലി പ്ലാൻ. ഫാമിലി ബജറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദ എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി ഇൻ എ പർട്ടിക്കുലർ പീരിയഡ്. അതായത് ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് എന്ത്, കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. എന്താണ് കുടുംബ ബജറ്റ്? ഫാമിലി ബജറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദ എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി ഇൻ എ പർട്ടിക്കുലർ പീരിയഡ്. എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അതായത് ഫാമിലി ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനാണ്. അതായത് അത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഒരു പർട്ടിക്കുലർ പീരീഡിൽ വരുന്ന നമ്മുടെ എക്സ്പെക്റ്റഡ് ഇൻകം അതുപോലെ എക്സ്പെൻഡിച്ചറൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യുന്ന ഉൾപ്പെടുത്തിയിട്ട് തയ്യാറാക്കുന്ന ഒരു ഫിനാൻഷ്യൽ, അതായത് ഒരു ഫിനാൻഷ്യൽ പ്ലാനാണ് അല്ലെങ്കിൽ ഒരു ധനരേഖയാണ് എന്ന് പറയുന്നത് കുടുംബ ബജറ്റ് അഥവാ ഫാമിലി ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the family budget that can be prepared on a monthly or annual basis will differ according to the size, income and needs of the family. അതായത് ഒരു പ്രതിമാസത്തേക്കോ അല്ലെങ്കിൽ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കുമെന്ന കുടുംബ ബജറ്റ് കുടുംബത്തിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ വരുമാനങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് നമുക്ക് ഈ കുടുംബ ബജറ്റ് പ്രതിമാസത്തിലേക്കോ അല്ലെങ്കിൽ ആനുവലായിട്ടോ മന്ത്ലി ആയിട്ടോ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ വലിപ്പം, അതുപോലെ തന്നെ അവിടുന്ന് കുടുംബത്തിന് എത്ര വരുമാനം കിട്ടുന്നുണ്ട്, കുടുംബത്തിൽ എന്തൊക്കെ നീഡ്സ് ഉണ്ട്, ആവശ്യങ്ങളുണ്ട്, ഇതൊക്കെ അനുസരിച്ച് ഓരോ കുടുംബത്തിൻ്റെ ചെലവുകൾ വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെങ്കിൽ കുടുംബ ബജറ്റ് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ദ ഫാമിലി ബജറ്റ് should be planned by considering opinions of all members of the family. അതായത് ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം എന്ത് കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത്. എല്ലാവരുടെയും ആവശ്യങ്ങൾ അല്ലെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് വേണം എന്ത് കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ബൈ എൻഷുറിങ് ദാറ്റ് ദ സജഷൻസ് ഓഫ് ദി family budget are followed in fixed intervals and the family can attain financial safety and welfare. അതായത് കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് എന്ത് വരും, സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് നമുക്ക് ഈ കൃത്യമായി ഓരോ സമയത്ത് നമ്മൾ നോക്കണം ഈ ബജറ്റിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ബജറ്റിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ പാലിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തിയിട്ട്
ഉറപ്പുവരുത്തണം. എന്നാലാണ് നമുക്കിന്ന് കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും അതുപോലെ തന്നെ ക്ഷേമയൊക്കെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു എന്താ പറയുക, ഒരു ഗ്യാസ് കൊണ്ടുവരുന്ന ഒരാളും ഒരു സ്ത്രീയുമായിട്ടുള്ളൊരു സംഭാഷണമാണ്. അതായത് ആ ചേച്ചി എന്ത് ചെയ്തതാണ്, ഗ്യാസ് ബുക്ക് ചെയ്തിരുന്നു, ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആൾ പറയണ സ്റ്റോക്ക് എത്താൻ വൈകി, അതുപോലെ വിലയിലും കുറച്ച് വർധനവുണ്ട്. അപ്പോൾ അവൾ പറയും, ഇങ്ങനെ വില വർദ്ധിച്ചാൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുക, ഇവിടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാനുള്ള പെടാപ്പാട് ഞങ്ങൾക്കല്ലേ അറിയൂ എന്നൊക്കെ പറയുകയാണ്. ഇങ്ങനെ ഗ്യാസിൻ്റെ വില കൂട്ടി എന്താ ചെയ്യുക, അങ്ങനെ ഒരു അപ്രതീക്ഷിതൊരു വില വർധനവ് അവിടെ വരികയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ കുടുംബ ബജറ്റിനെ ബാധിക്കുക? അപ്പോൾ ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മുടെ ഫാമിലി ബഡ്ജറ്റിൽ, ഇതുപോലെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മുടെ ഫാമിലി ബഡ്ജറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഇതൊരു കോൺവെർസേഷനിൽ കൂടെ നമുക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഫാമിലി ബഡ്ജറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം കൃത്യമായ ഒരു വിലയിലൂടെയാണ് ഗ്യാസൊക്കെ പോകുന്നത്. പെട്ടെന്നൊരു കാലത്ത് വില വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ കുടുംബ ബജറ്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മുടെ കുടുംബ ബജറ്റിനെ അല്ലെങ്കിൽ ഫാമിലി ബജറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെയായിരിക്കാം? ഇൻക്രീസസ് ഇൻ വേരിയസ് ബിൽസ്, അതായത് വിവിധ തരത്തിലുള്ള ബില്ലുകൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി ബജറ്റിനെ ബാധിക്കും. ഇൻക്ലൂഡിങ് ഇലക്ട്രിസിറ്റി ടാക്സസ്, പാൻഡമിക്സ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, വാർസ്, ഡിസീസസ്, ആക്സിഡൻറ്റ്സ്. അതായത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചിലവുകൾ, പെട്ടെന്ന് വരുന്ന ചിലവുകൾ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലുകളൊക്കെ കൂടുന്ന സമയം കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന നമ്മുടെ ഫാമിലി ബഡ്ജറ്റിനെ എഫക്റ്റ് ചെയ്യാവുന്ന ഫാക്ടേഴ്സാണ്. പിന്നെ എന്തൊക്കെയാണ് ഡിസീസസ് വരുന്നത്, ആക്സിഡൻറ്റുകൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പാൻഡമിക്സ്, ഇതൊക്കെ വരുന്നത് നമുക്ക് നമ്മുടെ ഫാമിലി ബഡ്ജറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, അതായത് ഇവിടെ വരവ് ചിലവിനേക്കാൾ കൂടുതലാവുകയോ വരവും ചിലവും തുല്യമാവുകയോ ചെയ്യുമ്പോഴാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നതെന്നാണ് പറയുന്നത്. ഫാമിലി ഇൻകം ബിക്കം സ്റ്റേബിൾ വെൻ ദ ഇൻകം ഈസ് മോർ ദാൻ ദ എക്സ്പെൻഡിച്ചർ ഓർ വെൻ ദ ഇൻകം ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ആർ ഈക്വൽ. ഒന്നെങ്കിൽ നമ്മുടെ കുടുംബ ബജറ്റ് സുസ്ഥിരമാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ നമ്മുടെ ഇൻകം എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ ഇൻകവും എക്സ്പെൻഡിച്ചറും ഈക്വൽ ആയിരിക്കണം. എന്നാലാണ് നമ്മുടെ ഫാമിലി ബജറ്റ് സുസ്ഥിരമാകത്തുള്ളൂ. ഓക്കെ, ഫാമിലി ഇൻകം നമുക്ക് സ്റ്റേബിൾ ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു കാര്യമാണ് ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഫാമിലി. എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഫാമിലിയിലെ എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് കുടുംബ ചെലവ് കുറയ്ക്കാം എന്നൊക്കെയാണ് നമുക്ക് നോക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. യൂസ് ലോക്കലി അവൈലബിൾ റിസോഴ്സസ് ഫോർ ഫുഡ്. അതായത് ഫസ്റ്റത്തെ കാര്യം എന്താ പറയുന്നത്? അതായത് ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെയാണ് അല്ലേ. പ്രാദേശികമായിട്ട് ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുക. അതായത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്ന് ഫുഡ് നമ്മൾ കിട്ടുമെന്നുള്ളത് നോക്കുക, ഫുഡ് ഐറ്റംസ് കിട്ടുമെന്നുള്ളത് നമ്മൾ നോക്കാം. കൾട്ടിവേറ്റ് യുവർ ഓൺ ഫുഡ് റിസോഴ്സസ്. പിന്നെന്താണ്, നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഫുഡിനുള്ള പച്ചക്കറികൾ അതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാക്സിമം കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക. യൂസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് ഫെയർ പ്രൈസ് സെയിൽ കൗണ്ടർ ടു മാക്സിമം എക്സ്റ്റെൻറ്റ് പോസിബിൾ. അതായത് പിന്നത്തെയാണ് പൊതുവിതരണ സംവിധാനവും ന്യായവില വിൽപ്പന കേന്ദ്രങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. അതായത് പൊതുവിതരണ സംവിധാനം നമ്മുടെ റേഷൻ്റെ അതുപോലെ തന്നെ ന്യായവില വിൽപ്പന കേന്ദ്രം, ന്യായമായിട്ട് വിൽക്കുന്ന കടകളിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുക, അത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്താം. നെക്സ്റ്റ് വരുന്നതാണ് മേക്ക് മാക്സിമം യൂസ് ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് ഫെയർ പ്രൈസ് ഷോപ്സ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഡിപ്പെൻഡ് ഓൺ ദ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും സർക്കാർ സ്ഥാപനങ്ങളെ ആശ്രയിക്കുക. ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് സർക്കാർ സംവിധാനങ്ങൾ അതൊക്കെ നമ്മൾ കൂടുതൽ സ്ഥാപനങ്ങളെ കൂടുതൽ ആശ്രയിക്കുക. അപ്പോൾ അതിലൊക്കെ നമുക്ക് കുറച്ച് ചിലവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ബൈ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ടുഗെദർ.
പിന്നെന്താണ്, അതായത് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ യൂസ് ഇലക്ട്രിസിറ്റി, ടെലിഫോൺ എക്സെട്ര ഓൺലി ആസ് നീഡഡ്. അതായത് ടെലിഫോൺ, വൈദ്യുതി തുടങ്ങിയ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫോർ ട്രാവൽ. യാത്രകൾക്കായിട്ട് പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തുക. നമ്മൾ വണ്ടി കാര്യങ്ങൾ അതൊക്കെ അതിന് പകരം നമ്മൾ യാത്രകൾക്കായിട്ട് പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തുക. പിന്നെന്താണ്, കൺട്രോൾ സ്പെൻഡിങ് ഓൺ സെലിബ്രേഷൻസ് ആൻഡ് ലക്ഷറീസ്. അതായത് ആഘോഷങ്ങൾക്കും ആഡംബരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പണം ചിലവാക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക. പിന്നെയാണ് ക്യാരി ഔട്ട് ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ ദ പ്രോപ്പർ ഫാമിലി ബജറ്റ്. പിന്നെന്താണ് പറയുന്നത്, അതായത് കൃത്യമായ കുടുംബ ബജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെന്താണ്, പ്രയോറിറ്റൈസ് ദ നീഡ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇറ്റ് അക്കോർഡിംഗ്ലി. അതായത് ആവശ്യങ്ങൾ മുൻഗണന നിശ്ചയിച്ച് നടപ്പിലാക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മുടെ ഫാമിലി എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഒരു കുടുംബത്തിൻ്റെ ചെലവിൻ്റെയും വരവിൻ്റെയും ചെലവിൻ്റെയും ഒരു കണക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കാണുന്നില്ലേ? അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ ബജറ്റ്, ആ ഒരു ബജറ്റിൻ്റെ മാതൃകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് ആകെ ഒരു മാസം 24,800 രൂപയുടെ വരവും 25,700 രൂപയുടെ ചിലവുമുള്ളൊരു കുടുംബ ബജറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അല്ലേ. ഇതിൽ കൂലി, ശമ്പളം, പെൻഷൻ, കൃഷിയിൽ നിന്നുള്ള വരുമാനം എന്നിങ്ങനെയാണ് വരവ് ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇൻകം ആയിട്ടുള്ളത്? വേജസ്, സാലറി, പെൻഷൻ, അഗ്രികൾച്ചർ, ഇതിൽ നിന്നൊക്കെയുള്ള ഒരു വരവാണ് അല്ലെങ്കിൽ ഒരു ഇൻകമാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ അതേസമയം 900 രൂപ കമ്മി വരുന്ന രീതിയിലാണ് ബജറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. 900 രൂപ കമ്മി വരുന്ന രീതിയിലാണ് ബജറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ബജറ്റ് ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഒരു മിച്ച ബജറ്റാക്കി മാറ്റാൻ കഴിയും. ഇതിൽ സൂചിപ്പിച്ച വിനോദം, മറ്റ് ചെലവുകൾ എന്നിവയിൽ കൃത്യമായി നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇതിനെ മിച്ച ബജറ്റാക്കി മാറ്റാം. ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇതിനെ മിച്ച ബജറ്റാക്കാൻ സാധിക്കും. യാത്രയ്ക്ക് സ്വന്തം വാഹനം ഉപയോഗിക്കുന്നതിന് പരമായിട്ട് പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കാം. അതുപോലെ തന്നെ കൂടാതെ ചികിത്സയ്ക്ക്, വിദ്യാഭ്യാസത്തിനുമായിട്ട് സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ആശ്രയിക്കാം. പിന്നെ ചുരുക്കത്തിൽ വരുമാനത്തിൻ്റെ സ്രോതസ്സ് വർദ്ധിപ്പിച്ചിട്ടും ചിലവ് കുറച്ചും ആവശ്യത്തിന് മാത്രം പണം ചിലവിട്ടും ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെ കുടുംബത്തിൻ്റെ ബജറ്റിനെ മിച്ച ബജറ്റിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിലായോ? അതായത് ഇതിൽ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കാതെ അത്യാവശ്യമല്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അത് നമ്മൾ ഒന്ന് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത് നമുക്ക് ഈ ബജറ്റിനെ ഒരു മിച്ച ബജറ്റാക്കിയിട്ട് മാറ്റാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി എന്താണ് ഈ കുടുംബ ബജറ്റ് അല്ലെങ്കിൽ ഫാമിലി ബജറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫാമിലി ബജറ്റ്? റെക്കഗ്നൈസിങ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം. അതായത് നമുക്ക് വിവിധ വരുമാന സ്രോതസ്സുകളൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. അഡ്ജസ്റ്റിംഗ് ദ എക്സ്പെൻഡിച്ചർ ടു മാച്ച് ദ ഇൻകം. അതായത് നമുക്ക് ഇൻകത്തിനനുസരിച്ച് നമ്മുടെ എക്സ്പെൻഡിച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. മോഡറേറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് പ്രാക്ടീസ്ഡ്. അതായത് നമുക്ക് ഒരു മിതവ്യയശീലം, അതായത് ഒരു വരവിനനുസരിച്ചൊക്കെ ചിലവൊക്കെ കുറച്ച്, അതായത് മോഡറേറ്റ് എക്സ്പെൻഡിച്ചർ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. പിന്നെ കൾട്ടിവേറ്റ് സെൽഫ് റിലയൻസ്, അതായത് സ്വാശ്രയ ബോധം ഉണ്ടാക്കാൻ സാധിക്കും. ഫെസിലിറ്റീസ് ഫിനാൻഷ്യൽ ഗ്രോത്ത് ആൻഡ് വെൽബീയിങ്, അതായത് സാമ്പത്തിക അഭിവൃദ്ധിയും ക്ഷേമവും കൈവരിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് ഫാമിലി ബജറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊതു ചെലവ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ? നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് ടു റിയാലിറ്റി, ഗെയിൽ പൈപ്പ് ലൈൻ കംപ്ലീറ്റഡ്, സോഷ്യൽ വെൽഫെയർ പെൻഷൻ ഡിസ്ട്രിബ്യൂട്ടഡ്, ജൽ ജീവൻ മിഷൻ പ്രോജക്റ്റ്, ഫണ്ട് ടു സോൾവ് ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണെന്നൊന്നും കൂടി പറയാം. ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക്, ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു, അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു, ജൽ ജീവൻ മിഷൻ പദ്ധതി, കുടിനീർ ക്ഷാമം തീർക്കാൻ ഫണ്ട്. ഇതൊക്കെയാണ് ആ ഒരു ഹെഡിങ്സ്. ഇത് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ വാർത്താ തലക്കെട്ടുകളാണ്.
സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ കുറച്ച് തലക്കെട്ടുകളാണ് നമ്മൾ വായിച്ചത്. ഓക്കെ, അപ്പോൾ സർക്കാരിന് ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ധാരാളം പണം ആവശ്യമായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ധനം ചെലവഴിക്കുന്നത്? വാട്ട് ആർ അതർ ആക്ടിവിറ്റീസ് ഡസ് ദ ഗവൺമെൻറ് സ്പെൻഡ് മണി ഓൺ? വേറെ ഏതൊക്കെ ചെലവുകൾക്കാണ് സർക്കാർ പണം ചെലവഴിക്കുന്നത്? എന്തൊക്കെയാണ്? സാലറി, ശമ്പളത്തിന് വേണ്ടിയിട്ട്; കൺസ്ട്രക്ഷൻ ഓഫ് ഹോസ്പിറ്റൽസ്, ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്; ഇൻട്രസ്റ്റ്, പലിശ; സോഷ്യൽ വെൽഫെയർ സ്കീംസ്, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ; എക്സ്പെൻസ് ഓഫ് ഡിഫൻസ്, പ്രതിരോധ ചെലവുകൾ; ഹെൽത്ത് കെയർ; എനർജി ജനറേഷൻ; എഡ്യൂക്കേഷൻ. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഗവൺമെൻറ് മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ടാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഡെവലപ്മെൻറ്റൽ അല്ലെങ്കിൽ നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ടിനെയാണ് എന്ന് പറയുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ആസ് ദ ഗവൺമെൻറ് എക്സ്പാൻഡ്സ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ increases as government expands its activities. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാകുന്നതിനനുസരിച്ചിട്ട് പൊതു ചെലവുകളും വർദ്ധിക്കും. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാകുന്നതിനനുസരിച്ച് എന്താണ്? പൊതു ചെലവുകളും വർദ്ധിക്കും. വികസനേതര പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് എന്ത്? പൊതു ചെലവുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? പൊതു ചെലവ് അഥവാ എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാകുന്നതിനനുസരിച്ച് എന്ത് വർദ്ധിക്കും? പബ്ലിക് എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. പബ്ലിക് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 കാറ്റഗറീസ്. ഏതൊക്കെയാണ്? ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും. അതായത് വികസന ചെലവുകളും വികസനേതര ചെലവുകൾ എന്ന് പറഞ്ഞത്. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ വികസന ചെലവുകൾ, നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ വികസനേതര ചെലവുകൾ. ഓക്കെ, എന്താണ് ഈ വികസന ചെലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സ്പെൻഡിച്ചേഴ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി ആർ കോൾഡ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെയാണ് വികസന ചെലവുകൾ എന്ന് പറയുന്നത്. എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെയാണ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചേഴ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു economic and social development of the country are called developmental expenditure. They contribute greatly to the economic growth of the country by stimulating its real economic condition and production. So these development expenditure are also known as production costs. The expenditure spent for constructing roads, bridges, harbors, and to start new enterprise and education institutions are considered as developmental expenditure. അതായത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വികസനമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ചെലവുകളെയാണ് എന്ന് പറയുന്നത് വികസന ചെലവ് അഥവാ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു. ഇവ രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും യഥാർത്ഥ സമ്പത്ത് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപ്പാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നു. അതായത് ഈ വികസന ചെലവുകൾ രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തിനെയും അതുപോലെ തന്നെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഒക്കെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയൊരു സംഭാവനയാണ് ഇത് നൽകുന്നത്. സോ ഇതിനെ ഉൽപ്പാദന ചെലവുകളെന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. വികസന ചെലവുകൾ ഉൽപ്പാദന ചെലവുകളെന്നും വിളിക്കുന്നു. കാരണം എന്താണ്? രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയും ഉത്തേജിപ്പിക്കുകയും രാജ്യത്തിൻ്റെ സമ്പദ് വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകുകയും ചെയ്യുന്നതിനാലാണ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസന ചെലവുകളെ എന്തെന്ന് പറയുന്ന ഉൽപ്പാദന ചെലവുകളെന്നും പറയുന്നത്.
ഓക്കെ, റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണിത് വികസന ചെലവുകളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്താണ്? രാജ്യത്തിൻ്റെ വികസനത്തെയും അല്ലെങ്കിൽ ഉൽപ്പാദനത്തെയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയൊക്കെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. രാജ്യത്തിൻ്റെ സമ്പത്ത് വളർച്ചയ്ക്ക് വളരെയധികം സഹായങ്ങളാണ് നൽകുന്നത്. സോ ഇതിനെ ഉൽപ്പാദന ചെലവുകളെന്നും പറയുന്നത്. വികസന ചെലവുകൾ, ഉൽപ്പാദന ചെലവുകൾ അഥവാ എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇസ് ഓൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് വികസനേതര ചെലവുകൾ എന്ന് പറയുന്നത്. അതായത് വികസനേതര ചെലവ് എന്ന് പറഞ്ഞാൽ നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് ദ വൺ ഇൻകേർഡ് by the government on a regular basis for national interest and public services. അതായത് രാജ്യ താൽപ്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായിട്ട് സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ. രാജ്യ താൽപ്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായിട്ട് സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ. നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ദ വൺ ഇൻകേർഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ എ റെഗുലർ ബേസിസ് for national interest and public services. Expenses involved in defense interest, pension, epidemic and natural disasters come under this. അതായത് ഇതിൽ വരുന്ന വികസനേതര ചെലവുകളിൽ വരുന്നത് ഏതൊക്കെയാണ്? പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയ്ക്കുള്ള ചെലവുകളൊക്കെയാണ് വികസനേതര അല്ലെങ്കിൽ നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായോ? ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018-19 മുതൽ 2022-23 വരെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ 5 വർഷത്തെ പൊതു ചെലവുകളാണ് ഈ ഗ്രാഫിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ കൺക്ലൂഷൻസ് ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ടീച്ചർ വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് റഫ് പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾ തന്നെ അത് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഫസ്റ്റ് 2023 യൂണിയൻ ബജറ്റിൽ നിന്നുള്ള വിവരങ്ങളാണ് ഗ്രാഫിൽ ചേർത്തിട്ടുള്ളത്. 2023 യൂണിയൻ ബജറ്റിൽ നിന്നുള്ള വിവരങ്ങളാണ് ഗ്രാഫിൽ ചേർത്തിട്ടുള്ളത്. എക്സ്പെർട്സ് ഫ്രം യൂണിയൻ ബജറ്റ് ഇൻ 2023. ഓക്കെ, 2018-19 കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പൊതുചെലവ് 23.14 ലക്ഷം കോടി ആയിരുന്നെങ്കിൽ 2019-20 കാലത്ത് 26.87 ലക്ഷം കോടിയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 3 ലക്ഷം കോടിയിലധികമാണ് വർധനവ് അവിടെ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായോ? തുടർന്നുള്ള വർഷങ്ങളിൽ 2020-21 35.09, 2021-22 37.93, 2022-23 41.88 ലക്ഷം കോടിയുമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. 2018-19 നിന്നും 2022-23 എത്തുമ്പോൾ ഏതാണ്ട് 18 ലക്ഷം കോടിയിൽ പരം രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ വർഷവും വർധന ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, 2018-19 മുതൽ 2023 വരെയുള്ള വർഷങ്ങളിലെ ചെലവുകൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചെലവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷം 2020-21 ആണെന്ന് കാണാം. അതുപോലെ ഏറ്റവും കുറവ് ചെലവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷം 2021-22 ആണെന്നും കാണാം. ഓക്കെ, 2021-22 വർഷത്തേക്കാൾ 3.95 ലക്ഷം കോടി രൂപയുടെ അധിക ചെലവാണ് 2022-23 നിന്ന് വന്നിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ രംഗം, പ്രതിരോധ ചെലവ്, ആരോഗ്യ പരിപാലനം, വിവിധ സബ്സിഡി തുടങ്ങിയ വിവിധ കാരണങ്ങൾ കൊണ്ടാണ് ചെലവ് വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കൺക്ലൂഷനും കൂടി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഗ്രാഫിൻ്റെ നിഗമനങ്ങൾ നമുക്ക് തയ്യാറാക്കിയിട്ട് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. പബ്ലിക് റവന്യൂ അഥവാ പൊതുവരുമാനം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സർക്കാർ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നിർവഹിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം പണം ആവശ്യമുണ്ട്. സർക്കാരിന് വികസനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പണത്തിൻ്റെ ആവശ്യമുണ്ട്. സോ ഇത്തരം ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനത്തെ പറയുന്നൊരു പേരാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്.
മനസ്സിലായോ? സർക്കാരിൻ്റെ ഈ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സമാഹരിക്കുന്ന ധനത്തെ പറയുന്ന പേരാണെന്ത്? പൊതുവരുമാനം എന്ന് പറയുന്നത്. ഇത് സർക്കാർ ബജറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. പൊതുവരുമാനം അഥവാ പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ബജറ്റിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൻ്റെ ഒരു പൊതു ഘടകമാണ്. സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങൾ ഏതൊക്കെയായിരിക്കാം? പ്രധാനമായിട്ടും 2 സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത്. അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വായിക്കാം. പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്, ദ ഗവൺമെൻറ് നീഡ്സ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഫോർ ഡെവലപ്മെൻറ്റൽ ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ്. ദ ഗവൺമെൻറ് നീഡ്സ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. എന്തിനാണ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഗവൺമെൻറ്റിന്? ഫോർ ഡെവലപ്മെൻറ്റൽ ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ്. ദ പബ്ലിക് റവന്യൂ ഈസ് ദ വെൽത്ത് ദാറ്റ് ദ ഗവൺമെൻറ് കളക്ട് ഫ്രം ദ വേരിയസ് സോഴ്സസ് ടു സാറ്റിസ്ഫൈ ദീസ് നീഡ്സ്. എന്താണ് പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the public revenue is the wealth that the government collects from the various sources to satisfy these needs. എന്തിനാണ്? അതായത് ഗവൺമെൻറ് ഡെവലപ്മെൻറ്റൽ ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഒരു എമൗണ്ട് ഓഫ് കുറച്ച് പൈസ അല്ലെങ്കിൽ മണി ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന വേരിയസ് സോഴ്സസ് കളക്ട് ചെയ്യുന്ന ഒരു റവന്യൂ അല്ലെങ്കിൽ ഒരു പൈസ, ആ പൈസേനെ പറയുന്നൊരു പേരാണ് എന്താ? പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെൻറ് ബജറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ഗവൺമെൻറ് ബജറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്ത് പറയുന്നത്? പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ഗവൺമെൻറ് 2 മേജർ സോഴ്സസിൽ കൂടിയാണ് ഈ റവന്യൂ മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്. ദ ഗവൺമെൻറ് മേക്സ് റവന്യൂ ഫ്രം 2 മേജർ സോഴ്സസ്. അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. 2 തരത്തിലാണ് പബ്ലിക് റവന്യൂ മേക്ക് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. അതായത് റവന്യൂ ഫ്രം ടാക്സസ്. അതായത് റവന്യൂ ഫ്രം ടാക്സസിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിന് പറയുന്നതാണ് എന്ത്? അതായത് നികുതി വരുമാനം എന്നാണ് ഈ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. അതായത് നികുതിയിലൂടെ ലഭിക്കുന്ന ഒരു വരുമാനം, അതാണ് ഇന്ന് സർക്കാരിന് ലഭിക്കുന്ന ഒരു സോഴ്സ്. ഈ പബ്ലിക് റവന്യൂ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ കണ്ടെത്തുന്ന ഒരു ഇതാണ് ഇത്. ഫസ്റ്റത്തെ ഒരു കാര്യമാണ് നികുതി വരുമാനം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. റവന്യൂ ഫ്രം ടാക്സസ് എന്ന് പറഞ്ഞാൽ നികുതിയിലൂടെ ലഭിക്കുന്ന ഒരു വരുമാനം. ഓക്കെ, അതിൽ കൂടെയാണ് അതൊരു മേജർ സോഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 തരത്തിലുള്ള കാറ്റഗറി ഉണ്ട്. നികുതി വരുമാനത്തിൽ അല്ലെങ്കിൽ ടാക്സ് റവന്യൂവിൽ തന്നെ വരുന്ന 2 എണ്ണം ഉണ്ട്. ഇന്ന് ഡിറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഡിറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ നികുതി എന്ന് പറയും. ഡിറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ നികുതി. ഡിറക്റ്റ് ടാക്സ് ഈസ് ദ ടാക്സ് റെമിറ്റഡ് ബൈ ദ പേഴ്സൺ. ശ്രദ്ധിക്കണം, ഡിറക്റ്റ് ടാക്സ് ഈസ് ദ ടാക്സ് റെമിറ്റഡ് ബൈ ദ പേഴ്സൺ on whom taxed is levied. This means that the taxpayer himself bears the burden of the tax. Income tax and building tax are the examples. അതായത് പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ കൊടുക്കുന്ന നികുതിയാണ് ഇന്ന് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. അതായത് നികുതിദായകർ തന്നെ നികുതി ഭാരം വഹിക്കുന്നു. അതായത് ആദായ നികുതി, കെട്ടിട നികുതി എന്നിവ ഇതിന് ഉദാഹരണമാണ്. നികുതിദായകൻ തന്നെ ആ നികുതിയുടെ ഭാരം വഹിക്കുന്നതിന് അതിനെയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. നികുതി ആരിലാണ് ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ കൊടുക്കുന്ന നികുതിയാണ് എന്താ? പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് ആദായ നികുതി, കെട്ടിട നികുതി എന്നിവ. ഓക്കെ, ഈ നികുതി വരുമാനത്തിൽ തന്നെ 2ാമത് വരുന്ന ഒരു കാറ്റഗറിയാണ് പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടാക്സ് ലിവീഡ് ഓൺ വൺ ഇൻഡിവിജ്വൽ ഈസ് പെയ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ബൈ അനദർ. അതായത് ഇതിൽ വരുന്നത് ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ
പൂർണ്ണമായും മറ്റൊരാൾ നൽകേണ്ടി വരുന്നു. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ മറ്റൊരാൾ നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. സെയിൽസ് ടാക്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവയൊക്കെ എന്തിനുദാഹരണമാണ്? പരോക്ഷ നികുതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിന് ഉദാഹരണങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ കണ്ടത് നികുതി വരുമാനമാണ്. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം, റവന്യൂ ഫ്രം ടാക്സസ് ആണ്, ടാക്സ് റവന്യൂ. അതിൽ വരുന്ന ഫസ്റ്റ് രണ്ടെണ്ണമാണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത്, ടാക്സ് ആരിലാണോ എന്താ പറയുക ചുമത്തിയിരിക്കുന്നത്, ആ വ്യക്തി തന്നെ കൊടുക്കുന്ന ഒരു നികുതിയാണ് പ്രത്യക്ഷ നികുതി. അതിന് ഉദാഹരണങ്ങളാണ് ആദായ നികുതി, കെട്ടി നികുതി, അതായത് ബിൽഡിംഗ് ടാക്സ്, ഇൻകം ടാക്സ് ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ മേൽ ചുമത്തിപ്പെടുന്നത് നികുതി ഭാഗികമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മറ്റൊരാളെ നൽകേണ്ടി വരുന്നൊരു ഇതിനെയാണ് പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസാണ് അത് വിൽപ്പന നികുതി, വിനോദ നികുതി, അതായത് എൻ്റർടൈൻമെൻറ്റ്സ് ടാക്സ്, സെയിൽസ് ടാക്സ് എന്നിവ. ഓക്കെ, ഇനി പബ്ലിക് റവന്യൂവിൽ വരുന്ന സെക്കൻഡ് കാറ്റഗറിയാണ് ഇത് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ നികുതിയേതര വരുമാനം. അപ്പോൾ രണ്ട് മേജർ സോഴ്സസിൽ നിന്നാണ് സർക്കാർ പബ്ലിക് റവന്യൂ മേക്ക് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പറഞ്ഞ ഇതാണ് ടാക്സ് റവന്യൂ, നെക്സ്റ്റ് വൺ നോൺ ടാക്സ് റവന്യൂ, അതായത് നികുതി വരുമാനം, പിന്നത്തെ നികുതിയേതര വരുമാനം. അപ്പോൾ നമുക്ക് നികുതിയേതര വരുമാനം അഥവാ നോൺ ടാക്സ് റവന്യൂ എന്താണെന്ന് നോക്കാം. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതിയിലൂടെ അല്ലാതെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. നികുതിയിലൂടെ അല്ലാതെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ഇതെന്ന് പറയുന്നത് നികുതിയേതര വരുമാനം അഥവാ നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫീസുകൾ, പിഴ അല്ലെങ്കിൽ ഗ്രാൻറ്റ്, ലാഭം, പലിശ, ഇതൊക്കെയാണ് നികുതിയേതര വരുമാനത്തിന് ഉദാഹരണം. ഞാൻ ഒന്ന് വായിക്കാം. നോൺ ടാക്സ് റവന്യൂ, ദിസ് ഈസ് ദ റവന്യൂ ഫ്രം സോഴ്സസ് അതർ ദാൻ ടാക്സസ്. ടാക്സസിൽ കൂടി അല്ലാണ്ട് കിട്ടുന്ന ഒരു വല്ലാത്ത സ്രോതസ്സിൽ നിന്ന് അല്ലെങ്കിൽ സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഒരു റവന്യൂ ആണ് നോൺ ടാക്സ് റവന്യൂ. ഫീ, ഫൈൻ, ഗ്രാൻഡ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ആർ എക്സാമ്പിൾസ്. ഇതൊക്കെയാണ് നോൺ ടാക്സ് റവന്യൂയുടെ എക്സാമ്പിൾസ്. ഓക്കെ, പബ്ലിക് റവന്യൂ എന്താണെന്ന് മനസ്സിലായി, കാറ്റഗറീസ് മനസ്സിലായി. ഓക്കെ മക്കളെ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക പബ്ലിക് റവന്യൂ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് തരത്തിലുള്ള സ്രോതസ്സുകളുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താണ് മക്കളെ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ക്ഷേമപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ടും നൽകേണ്ട പണമാണ് ഇത് നികുതി എന്ന് പറയുന്നത്. ഈ പ്രവർത്തനങ്ങളൊക്കെ സർക്കാരിന് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ചെലവുകളൊക്കെ വഹിക്കുന്നതിന് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ടും നൽകേണ്ട ഒരു പണമാണ് നികുതി എന്ന് പറയുന്നത്. നികുതി നൽകുന്ന വ്യക്തിയെയാണെന്ന് പറയുന്നത് നികുതിദായകൻ അഥവാ ടാക്സ് പെയർ എന്ന് പറയുന്നത്. ഞാൻ വായിക്കാം. ടാക്സ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ദ പബ്ലിക് ഷുഡ് റെമിറ്റ് ടു ദ ഗവൺമെൻറ് ടു ബെയർ ദ എക്സ്പെൻസസ് of welfare activities and development activities which are carried out in a public interest. The person who remits taxes is called a taxpayer. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നൊരു ടോപ്പിക്കാണ് GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ്. ചരക്ക് സേവന നികുതി. ഇതാണ് GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GSTയുടെ ഫുൾ ഫോം ചോദിക്കും. എന്താണ് GSTയുടെ പൂർണ്ണനാമം? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതാണ് GSTയുടെ ഫുൾ ഫോം. എന്താണ് മലയാളത്തിൽ? ചരക്ക് സേവന നികുതി.
എന്താണ് GST കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. നിലവിൽ 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയുള്ള നിരക്കുകളിലാണ് ഉപഭോക്താവ് GST നൽകേണ്ടത്. ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. കാലാനുസൃതമായിട്ട് GST നിരക്കിൽ മാറ്റം വരാവുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ജൂലൈ 1 മുതൽ 101 ഭരണഘടന ഭേദഗതി പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു ഒറ്റ നികുതി എന്ന തത്വം രാജ്യത്ത് ഒറ്റ നികുതി തത്വം നിലവിൽ വന്നു. അപ്പോൾ അങ്ങനെ നിലവിൽ ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ഇതെന്ന് പറയുന്നത് GST അഥവാ ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത്. അതായത് ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ നിന്നും കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായിട്ട് എന്താണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണെന്നാണ് പറയുന്നത്. നിലവിൽ 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയുള്ള നിരക്കുകളിലാണ് ഉപഭോക്താവ് GST നൽകേണ്ടത്. ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കുകളിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. കാലാനുസൃതമായിട്ട് GST നിരക്കിൽ മാറ്റം വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ടീച്ചറൊന്ന് വായിക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് ദ unified indirect tax that came into effect from July 1, 2017 after 101 amendment of the Constitution to implement the principle of unified tax for the nation. If the revenue from sales is more than the amount fixed by the government in a financial year, the traders must avail GST registration. At present, the consumer has to pay GST at the rates of 0%, 5%, 12%, 18%, and 28%. The GST thus collected from the consumer has to be remitted by the traders to the government. The rates of GST can be changed in due course of time. Okay? മനസ്സിലായില്ലേ? ഇവിടെ 2 വാർത്താ തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്? യൂണിയൻ ബഡ്ജറ്റ് ടുഡേ, സ്റ്റേറ്റ്സ് എക്സ്പെക്ട് ബെനഫിറ്റ്സ്. സ്റ്റേറ്റ് ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ ഇൻ ദ അസംബ്ലി ടുഡേ. അതായത് ഇന്ന് കേന്ദ്ര ബജറ്റ്, ഇന്ന് സംസ്ഥാന ബജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 വാർത്താ തലക്കെട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ബജറ്റ് തയ്യാറാക്കുന്നുണ്ട്. ആരൊക്കെയാണ് 2 പേര് ബജറ്റ് തയ്യാറാക്കുന്നത്? ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് യൂഷ്വലി പ്രിപ്പയർ ബജറ്റ്. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് ബജറ്റ് എന്താണെന്നുള്ളത് പഠിക്കാം. എന്താണ് ബജറ്റ്? വാട്ട് യു മീൻ ബൈ ബജറ്റ്? The budget is a financial document of expected income and expenditure by the government for a specific financial year. In our country, the budget is prepared for one financial year starting from April 1st to March 31st. The finance minister presents the budget as per Article 112 of the Constitution of India. The union budget is also the annual financial audit of the country. അതായത് ഇനി ബജറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ധനരേഖയാണ് ബജറ്റ്. നമ്മൾ തൊട്ട് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. നമ്മുടെ വീട്ടിൽ ബജറ്റ് തയ്യാറാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ് സർക്കാരിൻ്റെ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ധനരേഖയാണ് എന്ത്? ബജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തിലാണ്
വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആരാണ് ബജറ്റ് അവതരിപ്പിക്കുന്ന ആൾ? ധനകാര്യമന്ത്രിയാണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ച് രാജ്യത്തെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ 112 അനുസരിച്ച് രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് പറയുന്നത്? കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഫിനാൻസ് മിനിസ്റ്ററാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 112 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ 112 പ്രകാരം എന്താണ്? യൂണിയൻ ബജറ്റ് ഈസ് ദ ആനുവൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് ഓഫ് ദി കൺട്രി. ഓക്കെ, ഇനി ഈ ബജറ്റ് തന്നെ എത്ര തരമുണ്ട്? ടൈപ്സ് ഓഫ് ബജറ്റാണ് നമ്മളിങ്ങനെ പഠിക്കുന്നത്. 3 തരത്തിലുള്ള ബജറ്റാണ് ഉള്ളത്. ഏതൊക്കെയാണ്? സർപ്ലസ് ബജറ്റ്, ബാലൻസ്ഡ് ബജറ്റ് ആൻഡ് ഡെഫിസിറ്റ് ബജറ്റ്. ഏതൊക്കെയാണ്? സർപ്ലസ് ബജറ്റ്, ബാലൻസ്ഡ് ബജറ്റ് ആൻഡ് ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. അതായത് സർപ്ലസ് ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിച്ച ബജറ്റ് എന്നാണ് പറയുന്നത്. അതായത് വരവ് കൂടുതൽ ചിലവ് കുറവ്, ഇതാണ് മിച്ച ബജറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറയുന്നത്. അതായത് ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വരവും ചിലവും തുല്യമായിരിക്കും അവിടെ. അതാണ് ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കമ്മി ബജറ്റ് അഥവാ ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ വരവ് കുറവും ചിലവ് കൂടുതലും ആയിരിക്കും. അതാണ് കമ്മി ബജറ്റ് എന്ന് പറയുന്നത്. അത് ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സർപ്ലസ് ബജറ്റ് എന്ന് പറഞ്ഞാൽ മോർ ഇൻകം ലെസ് എക്സ്പെൻഡിച്ചർ. ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ഇൻകം മോർ എക്സ്പെൻഡിച്ചർ. ഇതാണ് 3 തരത്തിലുള്ള ബജറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് പൊതുകടമെന്ന് പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ്റിന് കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകളാണെന്ത്? പൊതുകടമെന്ന് പറയുന്നത്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട്. ഇവ യഥാക്രമം ആഭ്യന്തര കടം, വിദേശ കടം എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് പബ്ലിക് ഡെപ്റ്റ് അഥവാ പൊതുകടം എന്ന് പറയുന്നത്? ഈ വികസനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്താനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭരണപരമായ വിവിധ ആവശ്യങ്ങൾക്കൊക്കെ നിറവേറ്റാനൊക്കെ വേണ്ടിയിട്ട് വരുമാനം തികയാണ്ട് വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ഗവൺമെൻറ് കടമെടുക്കും. അത് ചിലപ്പോൾ എന്താണ്? അങ്ങനെ ഗവൺമെൻറ് സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് എന്ന് പറയുന്നത് പൊതുകടം അഥവാ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തകത്തു നിന്നും പുറത്തു നിന്നൊക്കെ വായ്പകൾ വാങ്ങുന്നുണ്ട്. അതിനെ ആഭ്യന്തര കടമെന്നും വിദേശ കടമെന്നും 2ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് വായിക്കാം. ദ ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് ലോൺസ് ടു മെറ്റീരിയലൈസ് ദ ഡെവലപ്മെൻറ്റൽ ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ് ആൻഡ് ടു മീറ്റ് വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ് വെൻ ദ ഇൻകം ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു സാറ്റിസ്ഫൈ ദീസ് നീഡ്സ്. Okay, the loans thus availed by the government are known as public debt. The loans thus availed by the government is known as public debt. Loans are taken from within and outside the country. Okay, these debts are known as domestic debts and foreign debts respectively. ഇനി നമുക്ക് എന്താണ് ഇന്റേണൽ ഡെപ്റ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് ഉള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര കടം എന്നാണ് പറയുന്നത്. ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര കടം അഥവാ എന്താ പറയുന്നത്? ആഭ്യന്തര കടം നമ്മൾ മുന്നേ പഠിച്ചു. ഡൊമസ്റ്റിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചു. അത് തന്നെയാണ് ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞത്. അതായത് ദ ലോൺസ് അവൈൽഡ് ബൈ ദ ഗവൺമെൻറ് ഫ്രം ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസൈഡ് ദ കൺട്രി ആർ നോൺ എസ് ഡൊമസ്റ്റിക് ഡെപ്റ്റ് അഥവാ ഇൻറ്റേർണൽ ഡെപ്റ്റ് അഥവാ ആഭ്യന്തര കടം. അതായത് രാജ്യത്തിനകത്ത് ഉള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം എന്ന് പറയുന്നത്. വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ അവിടുന്ന് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടമെന്ന്
പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്റ്റേണൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഫോറിൻ ഡെപ്റ്റ് എന്ന് പറയും, അഥവാ വിദേശ കടം. എന്താണത്? ഫോറിൻ ഡെപ്റ്റ് ഈസ് ദ ലോൺ അവൈൽഡ് ഫ്രം അതർ കൺട്രീസ് ആൻഡ് ദ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. അതായത് വിദേശ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് എന്ത്? വിദേശ കടം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫോറിൻ ഡെപ്റ്റ് ഈസ് ദ ലോൺ അവൈൽഡ് ഫ്രം ദ അതർ കൺട്രീസ് ആൻഡ് ദ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ രണ്ട് തരം ഡെപ്റ്റ്: ഇൻറ്റേർണൽ ഡെപ്റ്റ് ഓർ ഡൊമസ്റ്റിക് ഡെപ്റ്റ്, എക്സ്റ്റേണൽ ഡെപ്റ്റ്, ഫോറിൻ ഡെപ്റ്റ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ലോണുകളൊക്കെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, നല്ല രീതിയിൽ ഉൽപ്പാദനക്ഷമമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇത്തരം വായ്പകൾ അല്ലെങ്കിൽ ഇത്തരം ലോൺസൊക്കെ ഉൽപ്പാദനക്ഷമമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വികസനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുന്നതിനൊക്കെ അത് സഹായിക്കും. അപ്പോൾ അതുവഴി വരുന്ന വരുമാന വർധനവിനും പൊതുകടം കുറയ്ക്കുന്നതിനൊക്കെ ഇത് കുറേ സഹായകമാണ് എന്നാണ് പറയുന്നത്. The productive use of these loans help in materializing welfare and developmental activities, thereby increasing revenue and reducing public debt. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്, അതായത് ധനനയം എന്ന് പറയുന്നത്. എന്താണ് ഫിസ്ക്കൽ പോളിസി? Fiscal policy is the comprehensive government policy concerning the public revenue, public expenditure and the public debt. This policy prepared by the finance department is implemented through the budget. It is also a policy that gives guidelines to the government to improve the current financial situation and attain financial stability. അതായത് ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി, അതായത് പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാരിൻ്റെ നയമാണെന്ന് പറയുന്നത് ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? ബജറ്റിലൂടെയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെൻറ് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണിത്. അപ്പോൾ ധനനയം എന്ന് പറയുന്നത് പൊതുവരുമാനം, പൊതുചെലവ് അല്ലെങ്കിൽ പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാരിൻ്റെ ഒരു നയമാണ് ധനനയം. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ഇതിൽ കൂടിയാണ്, ബജറ്റിൽ കൂടിയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെൻറ്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണിത്. ഓക്കെ, അതാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഫിസ്ക്കൽ പോളിസി ഇസ് ദ കോംപ്രിഹെൻസീവ് ഗവൺമെൻറ് പോളിസി കൺസേണിംഗ് ദ പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ദ പബ്ലിക് ഡെപ്റ്റ്. ദിസ് പോളിസി പ്രിപ്പയർഡ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദ ബജറ്റ്. ഇറ്റ് ഈസ് ഓൾസോ ദ പോളിസി ദാറ്റ് ഗീവ്സ് ഗൈഡ്ലൈൻസ് ടു ദ ഗവൺമെൻറ് ടു ഇംപ്രൂവ് ദ കറൻറ്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആൻഡ് അറ്റൈൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഫിസ്ക്കൽ പോളിസി, അതായത് ഈ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ആക്സലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത്, അതായത് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നുണ്ട്. ആക്സലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത്, ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിൽ അവസരങ്ങളൊക്കെ സൃഷ്ടിക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഏതൊക്കെയാണ്? ആക്സലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത്, ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. നെക്സ്റ്റ് ആണ് റെഗുലേറ്റ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ, അതായത് അധിക ചിലവുകളൊക്കെ നിയന്ത്രിക്കുക. അത് അടുത്തൊരു ധനനയത്തിൻ്റെ അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസിയുടെ ഒരു ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് എലിമിനേറ്റ് ദ ഇനീക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂസ്, അതായത് വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. ഇതൊക്കെയാണ് ധനനയത്തിൻ്റെ അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസിയുടെ മെയിൻ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. Accelerate the economic growth, create job opportunities, regulate additional expenditure, eliminate the inequality in the distribution of revenues. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ പാഠം കഴിഞ്ഞിരിക്കുകയാണ്. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്, നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ട അത്രയേ ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പോൾ നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.
Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.